الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. اتقوا الله عباد الله، ഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറയിലെ 196-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗം, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആലു ഇംറാൻ 97-ാമത്തെ ആയത്ത്. എന്താണ് അല്ലാഹു തആല ആയത്തിലൂടെ പറയുന്നത്? വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല وما كفر فإن الله غني عن العالمين. ആ ബൈത്തിൽ, മന്ദിരത്തിൽ, വീട്ടിലെത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവർക്ക് അല്ലാഹുവോടുള്ള ബാധ്യതയാകുന്നു. ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അല്ലാഹു തആല ലോകരെ ആശ്രയിക്കാത്തവനാകുന്നു. ഒരാളുടെയും ആശ്രയം അല്ലാഹു വേണ്ട, മനുഷ്യർ മുഴുവനും അവനെ ആശ്രയിക്കുന്നവരാണ്. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു തആല قال خطبنا رسول الله صلى الله عليه وسلم فقال. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഖുതുബ നടത്തിക്കൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, വിശ്വാസികളെ അഥവാ സ്വഹാബികളെ, ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു. അല്ലാഹു തആല നിങ്ങളുടെ മേൽ ഹജ്ജ് കർമ്മത്തെ നിർബന്ധമാക്കിയിരിക്കുന്നു. ഫഹുജ്ജു, അതിനാൽ നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്നാണ്. സ്വഹീഹ് മുസ്ലിം 2380-ാമത്തെ നമ്പർ ഹദീസ്. عن ابن عباس قال قال رسول الله صلى الله عليه وسلم من أراد الحج فليتعجل. ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ധൃതി കാണിക്കട്ടെ എന്നാണ്. അബൂ ദാവൂദിൽ 1732-ാമത്തെ നമ്പർ ഹദീസ്. ധൃതി കാണിക്കേണ്ടുന്ന ഇബാദത്തുകളിൽപ്പെട്ട ഒന്നാണ് ഹജ്ജ്. സത്യത്തിൽ ഈ ഹദീസ് നമ്മുടെ നാടുകളിൽ വളരെ വളരെ വൈകി, എല്ലാ ബാധ്യതകളും കഴിഞ്ഞിട്ട് ഹജ്ജാകാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുടെ ചിന്താഗതിക്കെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തൊട്ട് കാണാം. അല്ലാമത്തുൽ അൽബാനി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ജാമിയിലൊക്കെ സ്വീകാര്യോഗ്യമാണ് എന്ന് പറഞ്ഞ ഹദീസ് ഇമാം അഹ്മദ് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ തഅജ്ജലു ഇലൽ ഹജ്ജ്, റസൂലുള്ളാഹിന്റെ ശിഷ്യന്മാരാണ് അവർ പറയാണ്, തഅജ്ജലു ഇലൽ ഹജ്ജ്, നിങ്ങൾ ഫർളായ ഹജ്ജ് ചെയ്യാൻ ധൃതി കാണിക്കണം. ഫഇന്ന അഹദകും ലാ യദ്രി മാ യഅരിദു ലഹു
ഫഇന്ന അഹദകും ലാ യദ്രി മാ യഅരിദു ലഹു. കാരണം നിങ്ങളിൽ ഒരുത്തന് എന്തൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടാവുക എന്നത് അറിയില്ല. സുബ്ഹാനക അലീം. ഈ ഹദീസുകൾ മുഴുവനും മുന്നിൽ വെച്ചിട്ട് കേരളീയമായ ഒരു സമൂഹത്തെ, കേരളീയരായ നമ്മുടെ ഒരു സമൂഹത്തെ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോഴും പല ആളുകളുടെയും മനസ്സിനകത്തുള്ളത് പ്രായമായി അവശനായി ഇനി ഒന്നിനും പറ്റാത്തൊരു കാലഘട്ടത്തിൽ മാത്രം ചെയ്യാനുള്ള ഒന്നാണ് ഹജ്ജ് എന്നതാണ്. നഊദു ബില്ലാഹ്. ആലോചിച്ചൊക്കെ ഇപ്പോഴും ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത്. ബാധ്യതകൾ വീടിയിട്ടില്ല എന്നാണ്. എന്താ സഹോദര ബാധ്യത? അയാൾ പറയാ വീടുണ്ടാക്കണോ? എന്താ ബാധ്യത? മോളെ കെട്ടിക്കണോ? എന്താ ബാധ്യത? അല്ലറ ചില്ലറ ഏർപ്പാടുകളുണ്ട്. ഇങ്ങനെ ഒരു നിലക്കും ഇസ്ലാം പഠിപ്പിക്കുന്ന ഉദ്റുകളല്ലാത്ത ഭൗതികമായ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ജീവിക്കുന്നത് പ്രത്യേക ചില ആളുകളുടെ ഇടയിലാണ്. അപ്പൊ ഈ ഒരു സങ്കരയിനം എന്നൊക്കെ പറയില്ല എന്നതുപോലെ ഒരു പ്രത്യേകമായ ഹാല്, ദീനിനില്ലാത്ത കുറെ ചിന്താഗതികൾ. ഒരിക്കലും ഒരാളുടെ ബാധ്യത മോളെ കെട്ടിക്കുക എന്നുള്ളൊരു ബാധ്യത എത്ര, എന്നിട്ട് അയാൾ ഹജ്ജ് നീട്ടിവെക്കുക. നഊദുബില്ലാ, ഒരിക്കലും പാടില്ല. ഹജ്ജിനുള്ള എന്താ അവിടെ ഉദുറെന്താ, അല്ലെ ഹജ്ജിനുള്ള പ്രത്യേകത എന്താ? ഒന്ന് തടിയാലും മുതലാലും. സമ്പത്തുണ്ടോ, ആരോഗ്യമുണ്ടോ, ഉടനെ ഹജ്ജ് ചെയ്യണം. ഒരു കാരണവും പറഞ്ഞ് ഹജ്ജ് നീട്ടിവെക്കരുത്. നഊദുബില്ലാ, അത് വലിയ അബദ്ധമാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിളംബരമാണ് എന്ത്? വിശുദ്ധ കഅബാലയം കെട്ടിക്കഴിഞ്ഞ ശേഷം ഹജ്ജ് കർമ്മത്തിന് വന്നുകൊള്ളാൻ ജനങ്ങളിൽ പ്രഖ്യാപനം ചെയ്യണമെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു തആല കൽപ്പിച്ചു. എന്താണ് ആയത്ത്? 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിന്റെ 27-ാമത്തെ ആയത്ത്. അല്ലാഹു പറയാണ്, وَأَذِّن فِي النَّاسِ بِالْحَجِّ يَأْتُوكَ رِجَالًا وَعَلَى كُلِّ ضَامِرٍ يَأْتِينَ مِن كُلِّ فَجٍّ عَمِيقٍ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു തആല പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ ഇബ്രാഹിമേ നീ ഹജ്ജിനെ പറ്റി വിളംബരം ചെയ്യുക. നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തു കയറിയും അവർ നിന്റെ അടുക്കൽ വന്നുകൊള്ളും. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയാണ്, വിശിഷ്യ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ മഹത്തുക്കളായ സ്വഹാബികളെ തൊട്ട് താബീങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് കാണാം. വഖൗലുഹു വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങൾക്കിടയിൽ നീ തീർത്ഥാടനത്തെ പറ്റി, ഹജ്ജിനെ പറ്റി വിളംബരം ചെയ്യുക. അതായത് നാദിൻ ഫിന്നാസി ദാഇയൻ ലഹും ഇലൽ ഹജ്ജ് ഇലാ ഹാദൽ ബൈത്ത് അല്ലദി അമർനാക ബിബിനാഇഹി. ഓ ഇബ്രാഹിം, നിന്നോട് നിർമ്മിക്കാൻ കൽപ്പിച്ച ഈ വീട്ടിലേക്ക് ഹജ്ജ് നിർവഹിക്കുവാൻ ജനങ്ങളെ നിക്ഷേപിക്കുക എന്നാണ്. ഫദുകിറ അന്നഹു ഖാൽ, സലഫുകളിൽ ചിലർ പറയാണ്, അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, യാ റബ്ബ് വകൈഫ ഉബ്ലിഉ الناس وصوتي لا ينفذهم. എങ്ങനെയാണ് റബ്ബേ ഞാൻ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക? എന്റെ ശബ്ദം അത്ര ദൂരത്തിലേക്ക് എത്തില്ലല്ലോ. ഫഖീല, ഇബ്രാഹിം നബിയോട് പറയപ്പെട്ടു, നാദി വഅലൈനൽ ബലാഗ്, നീ വിളിക്കുക, നീ വിളിച്ചാ മതി, എത്തിക്കേണ്ടത് നാമാണ്. ഫഖാമ അലാ മഖാമിഹി وقيل على الحجر وقيل على صفا وقيل على أبي قبيس. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മഖാമു ഇബ്രാഹിമിന്റെയോ ഹജറുൽ അസ്വദിന്റെയോ സഫയുടെയോ അബീ ഖുബൈസ് മലയുടെയോ വ്യത്യസ്ത റിപ്പോർട്ടുകളാണ്. മുകളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്ന റബ്ബക്കും ഖദ് ഇത്തഖദ ബൈതൻ ഫഹുജ്ജൂ, നിങ്ങളുടെ റബ്ബ് ഒരു ഭവനത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങൾ അവിടെ ഹജ്ജ് നിർവഹിക്കുക. ഫയഖാൽ ഇന്നൽ ജിബാല തവാദഅത് ഹത്താ ബലഗ الصوت أرجاء الأرض وأسمع من في الأرحام والأصلاب وأجابه كل شيء سمعه من حجر ومدر وشجر ومن كتب الله أنه يحج إلى يوم القيامة لبيك اللهم لبيك لبيك اللهم لبيك. അപ്പോൾ അദ്ദേഹം അതുപോലെ ചെയ്തു, വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഭൂമിയുടെ കോണുകളിൽ നിന്ന് ശബ്ദമെത്തുന്നതുവരെ പർവ്വതങ്ങൾ താഴ്ന്നു. ഗർഭപാത്രത്തിലുള്ളതും പിതാവിന്റെ മുതുകളിലുള്ളവരെല്ലാം
ആ വിളി കേട്ടു. അത് കേട്ട കല്ലുകൾ, അങ്ങാടികൾ, ചരൽക്കല്ലുകൾ, വൃക്ഷങ്ങൾ, എന്തിന് ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ ഹജ്ജ് ചെയ്യണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചുവോ അവരെല്ലാം അതിനുത്തരം ചെയ്തു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ ഞങ്ങളിതാ നിനക്കുത്തരം നൽകിയിരിക്കുന്നു എന്നാണ്. അല്ലാഹു തആല ആ പറഞ്ഞ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വല്ലാത്തൊരു വാക്കാണ്. هذا مضمون ما روي عن ابن عباس ومجاهد وعكرمة وسعيد بن جبير وغير واحد من السلف والله أعلم. أوردها ابن جرير وابن أبي حاتم مطولة. ഇപ്രകാരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല, മുജാഹിദ് ഇബ്നു ജബർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇക്രിമ റഹ്മത്തുള്ളാഹി അലൈഹി, സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെ തുടങ്ങി സ്വഹാബികളും താബിഈകളുമായ പ്രമുഖരായ മുഫസ്സിറുകളിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്നല്ല ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീർ എടുത്തു കൊടുക്കാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ വിളി കേട്ടിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇക്കൊല്ലവും ആളുകൾ ഹജ്ജിലേക്ക് കടന്നു പോകുന്നു. അല്ലാഹു മഖബൂലും മബ്റൂറുമായ ഹജ്ജായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഓരോ മുസ്ലിമിനും നിങ്ങൾ ശരിക്കും വാക്ക് ശ്രദ്ധിക്കണം. ആളുകൾ പറഞ്ഞ് ചില തൽപര കക്ഷികൾ ഇതിലേറെ പ്രധാനം വീടുണ്ടാക്കലും മക്കളെ കെട്ടിക്കലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും എന്നൊക്കെയുള്ള ബടായി ചപ്പടാച്ചി അടിച്ചിട്ട് ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോയൊരു ഇബാദത്താണത്. ചില ആളുകൾ പറയാ ഇതിലേറെ നല്ലത് വീടുണ്ടാക്കലാണ്. നഊദു ബില്ലാഹ്. പ്രിയമുള്ളവരെ, ബുദ്ധിയുള്ള പ്രായപൂർത്തിയായ ഓരോ മുസ്ലിമിനും ഹജ്ജ് നിർവഹിക്കുന്നതിനുള്ള കഴിവുണ്ടായാൽ, അതെന്താ കഴിവ്? സമ്പത്തുണ്ടാകണം. എന്താണ് കഴിവ്? ആരോഗ്യമുണ്ടാകണം. ഇത് രണ്ടുമുണ്ടായാൽ അത് നിർവഹിക്കൽ വാജിബാണ്, നിർബന്ധമാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഹജ്ജ് നിർവഹിക്കുന്നതിനുള്ള കഴിവുള്ള ധാരാളം ആളുകൾ ഈ പറയുന്ന സെക്കൻഡിൽ പോലും ഇക്കാര്യത്തിൽ അശ്രദ്ധരാണ്. നഊദു ബില്ലാഹ് മഅദല്ലാഹ്. എത്ര ആളുകൾ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നാടിൻ്റെതായ ചില ഇടകലരലുകളിൽ അവർക്ക് കിട്ടിയ ചില വലാലത്തുകൾ, പൈശാചികമായ ചിന്തകൾ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാം കാര്യങ്ങൾ 5 എന്ന് നമ്മൾ പഠിച്ചവരാണ്. ആ ഇസ്ലാം കാര്യങ്ങളിലെ മറ്റുള്ളത് പ്രവർത്തിക്കുന്നവർ പോലും ഇക്കാര്യത്തെ അവഗണിക്കുന്നു. നഊദു ബില്ലാഹ്. നോമ്പിന്റെ കാര്യത്തിൽ കാർക്കശ്യം കാണിച്ചവർ, സക്കാത്തിന്റെ കാര്യത്തിൽ കാർക്കശ്യം കാണിച്ചവർ, തൗഹീദിന്റെ കലിമത്ത് ഷഹാദയുടെ കാര്യത്തിൽ കാർക്കശ്യം കാണിച്ചവർ, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉബൂദിയ്യത്തിന്റെ, അടിമത്വത്തിന്റെ, അല്ലാഹുവിനുള്ള ഇബാദത്തിന്റെ ഏറ്റവും ലാഹിറായ ഈ ഇബാദത്തിനെ അവഗണിക്കുന്നു, അറിഞ്ഞു അറിയാതെയും. ഈമാനിന്റെ ദുർബലതയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം തന്നെ ഹജ്ജിന്റെ ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന മഹത്വങ്ങൾ അതിവിശാലമാണ്. അതിങ്ങനെ 1, 2 എന്നുള്ളൊരു തർത്തീബിലല്ല പറയുന്നെങ്കിൽ പോലും നിങ്ങളത് അങ്ങനെ തന്നെ മനസ്സിലാക്കിയെടുക്കാം, ക്രമത്തിൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 1519 നമ്പർ ഹദീസിൽ കാണാം, ഖാല സുഇല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅമാലി അഫ്ളൽ, അയ്യുൽ അഅമാലി അഫ്ളൽ, നബിയെ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത് പ്രവൃത്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് അവിടത്തോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഈമാനും ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവിടുത്തെ ദൂതരിലും വിശ്വസിക്കലാണ്. ഖീല സുമ്മ മാദാ, ചോദിക്കപ്പെട്ടു പിന്നെ ഏതാ? ഖാല ജിഹാദുൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. ഖീല സുമ്മ മാദാ, പിന്നെ ഏതാന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹജ്ജുൻ മബ്റൂർ, ഹജ്ജുൻ മബ്റൂർ, പുണ്യകരമായ ഹജ്ജ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഉമ്മുന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് അന്നഹ ഖാലത് യാ റസൂലല്ലാഹ്, നബിയോട് അവർ ചോദിച്ചു, നറൽ ജിഹാദ അഫ്ളൽ അമൽ അഫല നുജാഹിദു, അല്ലാഹുവിന്റെ റസൂലേ, ജിഹാദ് എന്ന് പറയുന്നത് സൽക്കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ജിഹാദ് ചെയ്യണ്ടയോ, അല്ലെങ്കിൽ ഞങ്ങൾ ജിഹാദ് ചെയ്യട്ടെയോ? ലാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ലാകിൻ അഫ്ളൽ ജിഹാദി ഹജ്ജുൻ മബ്റൂർ.
നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധരിപ്പിച്ചവർ പറഞ്ഞതുപോലെ കല്യാണം കഴിക്കാനുള്ള പെൺകുട്ടിനെ കെട്ടിച്ചു കൊടുക്കലല്ല, ഹജ്ജുൻ മബ്റൂർ അഫ്ളൽ ജിഹാദ്. ആർക്ക്? സ്ത്രീകൾക്ക്. അഫ്ളൽ ജിഹാദി ഹജ്ജുൻ മബ്റൂർ. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവമുള്ള കാര്യം. സഹീഹുൽ ബുഖാരി 1520 നമ്പർ ഹദീസ്. അതുപോലെ തന്നെ വീണ്ടും കാണാം, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖുൽതു യാ റസൂലല്ലാഹ് അലാ നുഖ്രിജു ഫനുജാഹിദ് മഅക ഫഇന്നി ലാ അറാ അമലൻ ഫിൽ ഖുർആനി അഫ്ളല മിനൽ ജിഹാദ്. എനിക്ക് ഒരു സ്വഹാബിയായ വനിത ഉമ്മുൽ മുഅ്മിനീനെ കുറിച്ച് പറയണം. അവരെനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ, ഞങ്ങൾ അങ്ങയോടൊപ്പം ജിഹാദ് ചെയ്യാൻ പുറത്തു പോരട്ടെ? കാരണം ജിഹാദിനേക്കാൾ വലിയൊരു പ്രവർത്തനം ഖുർആനിൽ വേറെ പറഞ്ഞിട്ടില്ല. ഖാല, അപ്പൊ നബി ഉമ്മയോട് പറഞ്ഞു. ആരാ ഉമ്മ? നമ്മുടെ ഉമ്മ ആയിഷ ബിവിയോട്, അവിടുത്തെ പത്നിയോട്. ലാ വലകുന്ന അഹ്സനുൽ ജിഹാദി വഅജ്മലുഹു ഹജ്ജുൽ ബൈത്ത് ഹജ്ജുൻ മബ്റൂറുൻ. നബി പറഞ്ഞു, അങ്ങനെ പറയില്ല ആയിഷ, ജിഹാദിനേക്കാൾ ഏറ്റവും നന്മയും ഭംഗിയും കഅബയിൽ പോയി സ്വീകാര്യോഗ്യമായ ഹജ്ജ് ചെയ്യലാണ്. ഇമാം നസായി 2628 ഹദീസ്. ഈ ഹദീസിന്റെ ഒക്കെ താഴെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എടുത്തു കൊടുക്കുന്ന മറ്റൊരു അസറുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല തൊട്ട് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 1516 നമ്പറായി ഉദ്ധരിച്ച അസറാണ്. എന്താ അറിയോ? ശുദ്ദു റിഹാല ഫിൽ ഹജ്ജ്. പല യാത്രയുണ്ട്, വെക്കേഷനാണ്, കുടുംബത്തോടൊപ്പം ടൂർ പോയിട്ടില്ല, വിരുന്നു പോയിട്ടില്ല, പരാതികൾ ഉയർന്ന കാലം. ഇവിടെ നബി പറയാണ്, ശുദ്ദു റിഹാൽ, ഹജ്ജിന് വേണ്ടി നിങ്ങൾ വാഹനം തയ്യാറാക്കുവിൻ. ടൂറിന് വേണ്ടിയല്ല, യാത്രകൾക്ക് വേണ്ടിയല്ല. എന്തിനു വേണ്ടി? ഹജ്ജിന് വേണ്ടി നിങ്ങൾ വാഹനം തയ്യാറാക്കുവിൻ. ഫഇന്നഹു അഹദുൽ ജിഹാദൈൻ. നിശ്ചയമായും അത് രണ്ട് ജിഹാദിൽപ്പെട്ട ഒന്നാണെന്ന്. സുബ്ഹാനക അലീം. എത്ര മഹത്വമുള്ള ഒന്നാണ്. വിശിഷ്യ സഹോദരിമാരെ, നിങ്ങളെ പ്രതിനിധീകരിച്ച് ഉമ്മ ആയിഷ ബീവി ചോദിച്ചതിനും നബി പറഞ്ഞത് ഹജ്ജുൻ മബ്റൂർ. കയ്യിലും കഴുത്തിലും ഷോക്കേസിലും അല്ലെങ്കിൽ അലമാരയിലും പൂട്ടിവെച്ചത് മുഴുവനും പുറത്തെടുക്കാം. എന്നിട്ടത് മുഴുവനും വിൽക്കാൻ നല്ല വില കിട്ടും. എന്നിട്ട് അല്ലാഹു തൗഫീഖ് ചെയ്ത് മഹ്റമോടൊപ്പം നിങ്ങൾ ഹജ്ജിന് തയ്യാറാകണം എന്നാണ് ഒരു ഖത്തീബ് നിലക്ക് ഓർമ്മപ്പെടുത്തുക. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഖാല സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നബി പറയുന്നതായി ഞാൻ കേട്ടു എന്നാണ്. എന്താണ്? യഖൂലു മൻ ത്വാഫ ബിൽ ബൈതി വസല്ല റകഅതൈനി കാന കഇത്ഖി റഖബ. ആരെങ്കിലും കഅബയെ തവാഫ് ചെയ്യുകയും ശേഷം 2 റകഅത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അവന് ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലമുണ്ടെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മാജ അവിടുത്തെ സുനനിൽ 2956 നമ്പർ ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാമത്തുൽ അൽബാനി റഹിമഹുല്ലാഹ് സഹീഹാണ് എന്ന് ഹുക്കം നൽകിയ ഹദീസാണ്. വീണ്ടും കാണാം, അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ അൽ ഹുജ്ജാജ് വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്. അൽ-ഹുജ്ജാജു വൽ-ഉമ്മാറു വഫ്ദുല്ലാഹ്. അത് വല്ലാത്തൊരു വാക്കാണത്. വളരെ ശരിക്കാലേക്കണത്. എന്താ വാക്കെന്നറിയോ? ഹജ്ജ് ചെയ്യുന്നവരും ഉംറ ചെയ്യുന്നവരും അള്ളാഹുവിന്റെ യാത്രാ സംഘങ്ങളാകുന്നതാണ്. അല്ലാഹു അക്ബർ. എത്ര വലിയ പ്രശംസയാണ്, എത്ര വലിയ അംഗീകാരമാണത്. എന്നിട്ടോ ഇൻ ദഅഊഹു അജാബഹും വഇൻ ഇസ്തഗ്ഫറൂഹു ഗഫറ ലഹും. അവർ ഉംറക്കാർ, ഹാജിമാർ, ഉംറ ചെയ്യുന്നവർ, അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ അവർക്ക് ഉത്തരം നൽകും. അവനോട് പാപമോചനം തേടിയാൽ അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതുമാണ്. പ്രിയമുള്ളവർ, എത്ര ഗൗരവമുള്ള ഹജ്ജും ഉംറയും ചെയ്യാൻ ഇന്നും ആളുകള് മടിയാണ്. ചില ആളുകൾ പരിഹസിക്കും, ഇപ്പൊ അതൊക്കെ ഒരു ടൂറായി മാറിയിട്ടുണ്ട്. ഈ പരിഹസിക്കുന്നവര് ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്യണ്ടേ? കേവലം പരിഹാസത്തിനപ്പുറം. ആളുകളെ വിചാരം എന്താ വെച്ചാല് പണമുള്ള ആളുകൾ ഇടയ്ക്കിടെ പോയി ഹജ്ജും ഉംറയും ചെയ്യുന്നത് എന്തോ ഒരാളാകാനാണ്. ഒരു പക്ഷെ അങ്ങനെ ഒരാൾക്ക് നിയ്യത്തുണ്ടെങ്കിൽ അത് ബാത്തിലാവും. എന്നാൽ എല്ലാ മാസവും ഒരാൾക്ക് ഉംറ ചെയ്യാൻ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാഹ്,
അൽഹംദുലില്ലാ. അത് വലിയ നിഅമത്താണ്, അത് വലിയ നിഅമത്താണ്. അയാൾ അല്ലാഹുവിങ്കൽ ആദരിക്കപ്പെട്ടവനാണ്. അപ്പൊ നമ്മൾ പറയും, ഏയ് ആ പണം കൊണ്ടൊരു കുട്ടിനെ കെട്ടിക്കലല്ലേ. കുട്ടിനെ കെട്ടിക്കാൻ ഇസ്ലാമിൽ പണം ചെലവഴിക്കേണ്ടതില്ല. ഇല്ലാത്ത മസാല എന്തിനാ ആൾക്കാരുണ്ടാക്കണത്? വേണ്ടതില്ല. ഇസ്ലാമിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ 5 പൈസയുടെ ചെലവില്ല. പിന്നെയും ചെലവ് മഹർ കൊടുക്കാൻ ചെറുക്കനാണ്. ഇസ്ലാമിക ഭരണമുള്ളിടത്തൊക്കെ അങ്ങനെ തന്നെയാണ്. മുസ്ലിം ഭരണാധികാരികളുള്ളിടത്തൊക്കെ അങ്ങനെ തന്നെയാണ്. ബൈത്തുൽ സക്കാത്തുനിന്ന് അല്ലെങ്കിൽ എന്താ പറയാ പൊതു ഖജനാവിൽ നിന്ന് അത്തരം ആളുകൾക്ക് അവർ മഹറിനുള്ള പൈസ കൊടുക്കും, എന്നിട്ട് കല്യാണം കഴിപ്പിക്കും. കാരണം വഅൻകിഹുൽ അയാമ മിൻകും എന്ന ആയത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാലും മുസ്ലിം പെൺകുട്ടിയെ കെട്ടിക്കാൻ ഇസ്ലാമിൽ 5 പൈസയുടെ ചെലവില്ല. നമ്മൾ ശരിക്കും പഠിക്കണത്. അതുകൊണ്ട് ആ പേര് പറഞ്ഞിട്ട് ഈ ഇബാദത്തിനെ തട്ടിമാറ്റേണ്ടതില്ല. അതൊക്കെ ഒരു തരം വൃത്തികെട്ട പുരോഗമന മെന്റാലിറ്റിയാണ്. ഇത് പാടില്ല നമുക്ക്. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു തആല എന്ന് പറയും, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യുലബ്ബാ ഇല്ലാ ലബ്ബാ മൻ അൻ യമീനിഹി ഔ അൻ ശിമാലിഹി മിൻ ഹജറിൻ ഔ ഷജറിൻ ഔ മദറിൻ ഹത്താ തൻഖതിഅൽ അർദു മിൻ ഹാഹുനാ വഹാഹുനാ. അല്ലാഹു അക്ബർ. എന്തൊരു വാക്കാണ് ഈ ഹദീസിൽ നബി പറഞ്ഞതെന്നറിയോ? ഏതൊരാള് തൽബിയത്ത് ചൊല്ലുമ്പോഴും, ഒരാൾ മുഹരിമായി അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചു, ഉംറക്കോ ഹജ്ജിനോ ഇഹ്റാമിൽ പ്രവേശിച്ചു, എന്നിട്ട് അയാൾ ഇങ്ങനെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് കഅബ കാണുന്നത് വരേക്കും അയാൾ, അല്ലെങ്കിൽ ആ ഹറമിലേക്ക് പ്രവേശിക്കുന്നത് വരേക്കും അയാൾ വാഹനത്തിൽ അയാൾ ഇങ്ങനെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ആ ചൊല്ലുന്ന സമയമത്രയും അവന്റെ ഇടതുഭാഗത്തു നിന്നും വലതുഭാഗത്തു നിന്നുമായി ഭൂമിയിലുള്ള കല്ലും മരവും ചരൽ കല്ലുകളെല്ലാം തൽബിയത്ത് ചൊല്ലുന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തിർമിദി അവിടുത്തെ സുനനിൽ 828 നമ്പറായി ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യോഗ്യമാണ്. ഇനി നോക്കൂ, നിങ്ങൾ നബി പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ അഹല്ല മുഹില്ലുൻ ما أهل مهل قط إلا بشر ولا كبر مكبر قط إلا بشر قيل بالجنة قال نعم. തൽബീത്ത് ചൊല്ലുന്നവൻ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ചൊല്ലുന്നവൻ, അതിന്റെ ശബ്ദം മുഴക്കുമ്പോഴും തക്ബീർ ചൊല്ലുന്നവൻ അത് മുഴക്കുമ്പോഴും സന്തോഷ വാർത്ത ലഭിക്കാതിരിക്കുകയില്ല. ചോദിക്കപ്പെട്ടു, നബിയെ എന്താണ് സന്തോഷ വാർത്ത? ഖീല ബിൽ ജന്ന, സ്വർഗം ലഭിക്കുമെന്ന സന്തോഷ വാർത്തയാണോ? ഉറങ്ങരുത് കേട്ടോ. ഒരിക്കലും ഒരു സെക്കൻഡ്, ഈ പറയുമ്പോ ഒരു സെക്കൻഡ് പോലും നിങ്ങൾ കൺപോൾ അടക്കരുത്. എന്ത് കിട്ടുന്ന കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി പൈസ കൊടുത്താൽ കിട്ടുന്ന നാട്ടിലത്തെ ചീഞ്ഞ സർട്ടിഫിക്കറ്റിനെ കുറിച്ചല്ലേ പറഞ്ഞത്? ഒരുത്തൻ പെരണ്ടാക്കി കൊടുത്ത നാട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഔദാര്യ മനോഭാവം ഉണ്ടല്ലോ, അതിനെ കുറിച്ചല്ല പറയണത്. അത് വേണ്ടെന്നല്ല പറഞ്ഞിട്ടോ. നല്ല കാര്യങ്ങളൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാം, അതിനെ കുറിച്ചല്ല പറയണത്. ഇവിടെ തൽബിയത്ത്, ഹജ്ജിനും ഉംറക്കും വേണ്ടി തൽബിയത്ത് ചൊല്ലുന്നതിനെ കുറിച്ച് ചോദിക്കുകയാണ് സഹാബിമാര്. സ്വർഗം കിട്ടുമെന്ന സന്തോഷ വാർത്തയാണോ? ഖാല നഅം. അതേ, തൽബിയത്ത് മുഴക്കുന്നവർക്ക്, ഹജ്ജിൽ തക്ബീർ മുഴക്കുന്നവർക്ക് എന്തുണ്ട്? സ്വർഗമെന്ന സന്തോഷ വാർത്തയുണ്ട്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ എന്തിനാ വൈകിപ്പിക്കണം? എത്രത്തോളം അറിയോ? ഹജ്ജ് മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ചു വരുന്ന ഒരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അപ്പോൾ ഉമ്മ പ്രസവിച്ച ഒരു കുഞ്ഞിനെ പോലെയാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പണം വേറെന്തെങ്കിലും ചെലവഴിച്ചത് കിട്ടുമോ? കിട്ടൂല. ഒരാളുടെയും സർട്ടിഫിക്കറ്റ് അല്ല നമുക്ക് ആവശ്യം, അള്ളാന്റെ കാരുണ്യ. എന്താ നബി പറഞ്ഞത്? നിങ്ങള് ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി പറയുന്നതായി ഞാൻ കേട്ടു, മൻ ഹജ്ജ ലില്ലാഹ് ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. സ്ത്രീ പുരുഷ സംസർഗമോ ദുർവൃത്തികളോ ചെയ്യാതെ അള്ളാഹുവിന്റെ റിള മാത്രം, തൃപ്തി മാത്രം കാംക്ഷിച്ച് ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ അവൻ തിരിച്ചു വരുന്നത് അവന്റെ മാതാവ്, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസത്തിലെ പോലെ പരിശുദ്ധനായിക്കൊണ്ടാണ്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 1521 നമ്പർ ഹദീസ്. എന്താണ് മെച്ചം? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. നബി പറഞ്ഞു, എല്ലാ മക്കളും ലോകത്ത് ജനിക്കുന്നത് ശുദ്ധ
ശുദ്ധരായിട്ടാണ്, ഫിത്രത്തിലാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഫിത്രത്തല്ലാഹില്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാ എന്ന ആയത്താ നബി അതിന്റെ കൂടെ ഓതിയത്. ആ ഫിത്രത്തിൽ നോക്കി, ഞാനുങ്ങളൊക്കെ ജനിക്കുമ്പോ ശുദ്ധ പ്രകൃതിയിലാണ്. മദ്യപാനം, കളവ്, കച്ചറ, ഏഷണി, പരദൂഷണം, വൃത്തികേട്, ശിർക്ക്, ബിദ്അത്ത്, ഹറാമുകൾ ഒന്നും എനിക്കും നിങ്ങൾക്കും അറിയില്ലായിരുന്നു. നമ്മളെ മക്കൾ ജനിച്ചപ്പോൾ ഓർക്കും അറിയില്ലായിരുന്നു. ഓരോ വയസ്സ് കൂടുന്തോറും ഓരോ വൃത്തികേടുകൾ ഇങ്ങനെ പഠിക്കാൻ, ഓരോ വൃത്തികേട് പഠിക്കുമ്പോഴും ഹൃദയത്തിൽ നിന്നുള്ള ഫിത്രത്ത് നഷ്ടപ്പെടുകയാണ്. ആ ഫിത്രത്ത് നഷ്ടപ്പെടുകയാണ്. ഏത് ഫിത്രത്ത്? ഉമ്മ പ്രസവിച്ച ദിവസത്തിലെ ഫിത്രത്തില്ലേ, ആ ഫിത്രത്ത്. അല്ലാഹു തആല നമുക്ക് ആ ഫിത്രത്ത് തിരിച്ചു തരുന്നു എപ്പോൾ? ഇപ്പറഞ്ഞ രീതിയിൽ മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് നിർവഹിച്ചാൽ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക് പ്രിയമുള്ളവരെ, ഇത് വേറൊന്നിന് പകരമാകുമോ? ആകോ? ഒരിക്കലും ആകൂല. അതല്ല വേറെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജും ഉംറയും വേറെ പഠിപ്പിച്ചു, അതല്ലാത്ത മറ്റ് നന്മകൾ വേറെ പഠിപ്പിച്ചു. ഒരിക്കലും ഇതിന്റെ സ്ഥാനത്ത് അത് വരൂല, അതിന്റെ സ്ഥാനത്ത് ഇത് വരൂല. രണ്ടാണ്. ഒരിക്കലും രണ്ടിനെ ഒന്നാക്കരുത്. ഖുൽ അതുഅല്ലിമൂനല്ലാഹ ബിദീനിക്കും. നിങ്ങൾ ദീൻ അല്ലാഹു അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കരുത്. അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ടൊക്കെ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു കാര്യം കൂടി, ഉംറയും ഹജ്ജും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മെച്ചം എന്നറിയോ? എന്താ അതിന്റെ മെച്ചം? മനുഷ്യന്റെ പാപത്തെ ഇല്ലാതാക്കും, മനുഷ്യരുടെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കും. ദാരിദ്ര്യം ഇല്ലാതാക്കും. ഹജ്ജും ഉംറയും ദാരിദ്ര്യം ഇല്ലാതാക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖറ വദ്ദുനൂബ് കമാ യൻഫിൽ കീറു ഖബതൽ ഹദീദ്. ഹജ്ജും ഉംറയും നിങ്ങൾ ഒന്നിച്ച് നിർവഹിക്കുക, അല്ലെങ്കിൽ കൂടെ നിർവഹിക്കുക. അവ രണ്ടും ഇരുമ്പിന്റെ കീടം നീക്കം ചെയ്യുന്നത് പോലെ, കൊല്ലന്റെ ആലയിലെ ഉല, ആ തീ കത്തിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ കയറ്റിവെക്കുന്ന ഇരുമ്പിൽ നിന്ന് തുരുമ്പിനെ നീക്കം ചെയ്യുന്നത് പോലെ ദാരിദ്ര്യവും പാപവും ആ ഉംറയിൽ നിന്ന്, ഉംറ നിർവഹിക്കുന്നവനും ഹജ്ജ് നിർവഹിക്കുന്നവന്റെയും പാപവും ദാരിദ്ര്യവും അല്ലാഹു തആല നീക്കം ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഉംറ കൊണ്ടുള്ള മെച്ചം? ദാരിദ്ര്യമില്ലാതാകും, പാപമില്ലാതാകും. എന്താ ഹജ്ജ് കൊണ്ടുള്ള മെച്ചം? ദാരിദ്ര്യമില്ലാതാകും, പാപമില്ലാതാകും. അല്ലാഹു അക്ബർ. നസായി 2583 നമ്പറായി ഉദ്ധരിച്ച ഹദീസ് അല്ലാമത്തുൽ അൽബാനി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ജാമിഇലും ഈ ഹദീസ് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ജാമി സഗീറിലും ഇമാം അൽബാനി റഹ്മഹുല്ലാ സ്വഹീഹായ ഇതുപോലുള്ള നിരവധി ഹദീസുകൾ കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹു തആല ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 1773 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. പരിശുദ്ധമായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗം മാത്രമാണ്. അല്ലാഹു അക്ബർ. സ്വർഗമാണ് ഏതൊരു ഇബാദത്ത് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതേ സ്വർഗമാണ് ഈ ഹജ്ജിലൂടെയും അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. ദീനി കാര്യത്തിൽ, ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണ് ഹജ്ജ്. ശരീരവും മനസ്സും സമ്പത്തും സമയവും ത്യാഗവും എല്ലാം ഒത്തുചേരുന്ന ഹജ്ജിനോളം ഗൗരവമുള്ള മറ്റൊരു ആരാധനയല്ല. ആളുകൾ മനസ്സിലാക്കിയ എന്താ വെച്ചാല്, മേലെന്ന് ഇങ്ങനെ താഴത്തേക്ക് എണ്ണി വെക്കുമ്പോ ചില ഹദീസിൽ 5ാമത് എണ്ണിയത്. അപ്പൊ ആൾക്കാർ വിചാരിച്ചു ഇതിന് ഞാൻ അത്ര സ്ഥാനമുള്ളൂ.
മുസ്ലിങ്ങൾ പലരും അങ്ങനെ വിചാരിച്ച്. ചില റിപ്പോർട്ടിലെത്തുമ്പോണ്ട് എന്ത് നോമ്പിന്റെ മുമ്പ് എണ്ണീട്ടുണ്ട് ബുഖാരി തന്നെ, 4ാമതായിട്ട് എണ്ണീട്ടുണ്ട്. അത് കണ്ടാലും അപ്പോഴും തോന്നുന്നറിയോ, ഇതെന്തപ്പോ അവിടെ എങ്ങനെ ഇവിടെ എങ്ങനെയെന്ന് തോന്നാം, അല്ലാതെ ഇതിന്റെ പ്രാധാന്യം എന്താന്നല്ല തോന്നാം. മുസ്ലിങ്ങളെ നമ്മളതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ഇത് വെറൊരു മുസ്ലിങ്ങൾ ഇങ്ങനെ വർഷം വർഷം മറ്റുള്ള പലരും തീർത്ഥാടനം നടത്തുന്ന പോലെ നമുക്കും നമ്മളെ പവറും പദവിയൊക്കെ കാട്ടാൻ വേണ്ടിയിട്ടുള്ളൂ എന്തോ ഒരു 8 ലക്ഷമോ അല്ലെങ്കിൽ 5 ലക്ഷമോ ഒക്കെ കൊടുത്ത് ഇങ്ങനെ കാത്തിരുന്ന് കഷ്ടപ്പെട്ടു പോയിട്ട് എന്താപ്പത്. ചില ആളുകൾ ഇതിനെ വളരെ വൾഗറായി ചിത്രീകരിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും പരിശുദ്ധമായ ഈ കഅബാലയം കാണുകയോ അവിടെ പോയി തവാഫയോ ചെയ്യാത്ത പല ഇസ്ലാമിസ്റ്റുകളും ജീവിച്ചിരുന്നിട്ടുണ്ട്, ലോകത്തറിയപ്പെട്ടവരായി. നഅൂദുബില്ലാഹ്. അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ഞാൻ ആ മരിച്ചുപോയ വ്യക്തികളെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞല്ല, ഒരിക്കൽ പോലും അങ്ങനെ ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടായിട്ടില്ല. എന്നാൽ യൂറോപ്പ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഒക്കെ സന്ദർശിച്ചിട്ട് ഇസ്ലാമിക ദഅവത്ത് എന്ന് പറഞ്ഞിട്ട്, എന്നാൽ പരിശുദ്ധ ഭൂമിയിൽ പോയിട്ട് ഒരു ഹജ്ജും ഉംറയും ചെയ്യാൻ മനസ്സറിഞ്ഞിട്ട് ശ്രമിച്ചിട്ടില്ല. നമ്മളൊന്ന് ആലോചിക്കുക, ഇവരുടെ ഒരു നിസ്സഹായാവസ്ഥ എന്നല്ല എന്താ പറയാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 24 മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ നമ്മളെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാകണം. നമ്മളിപ്പോ തിരിഞ്ഞിരിക്കുന്ന ഖിബലയാകുന്ന കഅബയിലേക്കൊന്ന് ചെല്ലാൻ, അവിടെ ഒന്ന് ചെല്ലാൻ, അവിടെ സന്ദർശിക്കാൻ, അതൊന്ന് തവാഫ് ചെയ്യാൻ. അതിന് ഏറ്റവും പറ്റിയൊരു ഇബാദത്താണ് ഹജ്ജും ഉംറയും. അത് നിർവഹിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകണം, നമ്മളെ പ്രാർത്ഥന ഉണ്ടാകണം. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ സ്വഹാബത്തിന്റെ കാലഘട്ടം ഹജ്ജിനെ സംബന്ധിച്ചും ഹജ്ജുമായി ബന്ധപ്പെട്ടൊക്കെ അവര് സ്വീകരിച്ചിരുന്ന നിലപാടുകളൊക്കെ പരിശോധിച്ച് നമ്മള് അത്ഭുതപ്പെട്ടു പോയി. എത്ര ഹജ്ജ് ചെയ്ത മഹാന്മാരെന്നറിയും. ഒരു സ്വഹാബിന് എത്രയൊക്കെ വട്ട ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്നറിയാം, ഒരുപാട് തവണ. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹജ്ജിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ പാപമോചനവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വർഗവും എന്ന ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം ഷഹാദത്ത് കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ ആത്മാവാണ്, അതിന്റെ പ്രഖ്യാപനമാണ് ശരിക്കും ഹജ്ജ് എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായ ആരുമില്ല. നബി ഇങ്ങനെ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച വിഷയം പഠിപ്പിക്കണ വലിയ ഹദീസ് 2-3 പേജിന്റെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിത്, തുടക്കം മുതൽ ഒടുക്കം വരെ. അത്രയും വലിയ ഹദീസ് ചിലപ്പോൾ വേറെ ഉണ്ടാവില്ല. മിഅ്റാജിന്റെ ഹദീസൊക്കെ ഉള്ളു അത്ര വലുത്. ആ ഹദീസിന്റെ തുടക്കത്തിൽ കാണാം, അഹല്ല ബിത്തൗഹീദി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അഹല്ല ബിത്തൗഹീദ്, തൗഹീദിന്റെ കലിമത്ത് അത്യുച്ചത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട്, ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട്, അഹല്ല ബിത്തൗഹീദ്, തൗഹീദ് നിറഞ്ഞു നിൽക്കുന്നു. തൗഹീദ് ഒന്ന് തൗഹീദാണ്. നേരെ രണ്ടാമത്തെ പാട്ടും തരങ്ങള് ഇത്തിബാഉർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുടക്കം മുതൽ ഒടുക്കം വരെ മുഹമ്മദ് നബിയെ മാറ്റിവെച്ചിട്ടൊരു ഹജ്ജില്ല. മുഹമ്മദ് നബിയെ മാറ്റിവെച്ചാൽ പിന്നെ അത് ഹജ്ജല്ല. ഒന്ന് തൗഹീദാണെങ്കിൽ രണ്ടാമത്തത് ഇത്തിബാഅ്. തുടക്കം മുതൽ ഇഹ്റാമിൽ കയറുന്നത് മുതൽ ഓരോ സന്ദർഭങ്ങളിലും സഫയിൽ, മർവയിൽ, തവാഫിൽ, സഅയിൽ, എല്ലാ സ്ഥലത്തും ഹജ്ജിന്റെ റുക്നുകളിലും വാജിബുകളിലും സുന്നത്തുകളിലും മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ അറിയാം സഅയ്. ആ സഅയിൽ ഒരു നിശ്ചിത സ്ഥലം മുതൽ ഒരു നിശ്ചിത സ്ഥലം വരെ ആളുകള് ഷോൾഡർ ഇങ്ങനെ കുലുക്കിയിട്ട് ഓടുകയാണോന്ന് വെച്ചല്ല, നടക്കണമെന്ന് വെച്ചല്ല, ഒരു പ്രത്യേക രീതിയിലുള്ള ഓട്ടമല്ല, നടത്തമില്ലാത്ത രീതി. എല്ലാ ആണുങ്ങളും ഓടുകയാണ്, എല്ലാ ആണുങ്ങളും. 14,000 വർഷങ്ങൾക്ക് മുമ്പ് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രിയപ്പെട്ട പത്നി ഹാജറ ബീവി ഓടിയ കുറഞ്ഞ സ്ഥലം ഒരു 100-150 മീറ്റർ അത് ഓടുകയാണ്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഹജ്ജ് ഹാജറ ബീവിയുടെ അനുസ്മരണാണ് എന്നതൊക്കെ പറഞ്ഞാൽ തന്നെ ഹജ്ജ് ഏറ്റവും പ്രധാനം റസൂലുള്ളാന്റെ ഇത്തിബാഅാണെന്നാ. കാരണം എന്താ അറിയോ, അള്ളാന്റെ റസൂല് ഹജ്ജ് ചെയ്തപ്പോ ആണുങ്ങളോട് മുഴുവൻ ഓടാൻ പറഞ്ഞു, പെണ്ണുങ്ങളോട് ഓടണ്ടെന്ന് പറഞ്ഞു. ഓടേണ്ടത് ശരിക്കും ചരിത്രം അനുസരിച്ച് പെണ്ണുങ്ങളാണ്, പക്ഷെ ഓടുന്നതാരാ? പുരുഷന്മാർ. അതെന്താ? ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ജംറത്തുൽ കുബ്ര, ഉസ്ത, സുഗ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ജംറയിലും എറിഞ്ഞു. ഇന്ന് നമ്മൾ കാണുന്ന ജംറയുടെ രൂപമല്ല,
അന്ന് നബി ഒരു ഭാഗത്ത് കല്ലെറിഞ്ഞു, അല്പം മാറി നിന്ന് പ്രാർത്ഥിച്ചു, വേറൊരു ഭാഗത്ത് കല്ലെറിഞ്ഞു മാറി നിന്ന് പ്രാർത്ഥിച്ചു, മൂന്നാമത്തെ തിരിച്ചു പോന്നു. ഈ ഇതുമായി ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുന്നിടത്ത് നമ്മൾ കാണുന്നത്. അവിടെ നോക്കി നിങ്ങള്, അന്നൊന്നുമില്ല, നബി ഒരിടത്തെറിഞ്ഞു. അവിടെ ഈ നിമിഷം വരെയും കടന്നു വരുന്ന ആളുകൾ മുഴുവൻ എറിയുന്നു. എന്തിന്? പിശാചിനെ എറിഞ്ഞോടിച്ചത് കൊണ്ടാണോ? അല്ല. നാം ഇന്ന് എറിയുന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞു, അതുകൊണ്ടാണ്. നബി എറിഞ്ഞ ഭാഗത്ത് സഹാബത്ത് ചെറിയൊരു ഹൗല് പോലെ കെട്ടി തടം, അതിങ്ങനെ വലുതായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഒരു കോല് പോലെ ആൾക്കാർ പറഞ്ഞു അതാ വലിയ ശൈത്താൻ, അപ്പുറത്ത് ചോട്ടാ ശൈത്താൻ, ഇപ്പുറത്ത് ബടാ ശൈത്താൻ. ആളുകൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ശൈത്താൻ എറിയുന്നത് നീയത്ത് മാറിപ്പോയി. നബി എറിഞ്ഞതാ, അതുകൊണ്ട് നമ്മൾ എറിഞ്ഞത്. ഖുദൂ അന്നീ മനാസികക്കും, ഹജ്ജിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ, എന്നിൽ നിന്ന് നിങ്ങൾ ഹജ്ജിന്റെ പാഠങ്ങൾ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ശരിക്കും ഹജ്ജ്. ഒരു വശത്ത് തൗഹീദ്, മറുവശത്ത് ഇത്തിബാ റസൂൽ. അതന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിന്റെ പ്രത്യക്ഷ വ്യാഖ്യാനമാണ് ശരിക്കും ഹജ്ജ്. അല്ലാഹു അക്ബർ. ഹജ്ജിന്റെ അടിത്തറ തൗഹീദാണ്. നോക്കൂ, നിങ്ങൾ ഒരു വാക്ക് കൂടി പറയും. അല്ലാഹു പറയാണ്, വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈതി അൻ ലാ തുശ്രിക് ബി ശൈഅ വതഹിർ ബൈതി ലിത്വാഇഫീന വൽഖായിമീന വറുക്കഇ സുജൂദ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ ഭവനത്തിന്റെ കഅബയുടെ സ്ഥാനം നാം സൗകര്യപ്പെടുത്തി കൊടുത്ത സന്ദർഭം. അല്ലാഹു പറയാണ്, യാതൊരു വസ്തുവേയും എന്നോട് പങ്കുചേർക്കരുത് എന്നും തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടിയും നിന്നും കുനിഞ്ഞും നിസ്കരിക്കുന്നവർക്ക് വേണ്ടിയും എന്റെ ഭവനത്തെ ശുദ്ധമാക്കി വെക്കണമെന്നും നാം അദ്ദേഹത്തോട് കൽപ്പിച്ചു. ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞൊരു വാക്കെന്തറിയോ? എന്റെ ബൈത്തിനെ ശുദ്ധമാക്കണം എന്നതിന് നൽകുന്ന ഒന്നാമത്തെ തഫ്സീർ ഖാല മുജാഹിദുൻ വഖത്താദ മിനശ്ശിർക്ക്, ശിർക്കിൽ നിന്ന് ശുദ്ധമാക്കി വെക്കണം. ശിർക്കിൽ തൗഹീദല്ലാത്ത ഒന്നോട് വരരുത്. ഒരു വിഗ്രഹം അവിടെ ഉണ്ടാകരുത്, ഒരു മഹാന്റെ പ്രതിഷ്ഠ അവിടെ ഉണ്ടാകരുത്, ഒരു മഹാന്റെ പ്രതീകാത്മകതയും അവിടെ ഉണ്ടാകരുത്. അല്ലാഹു മാത്രം, അല്ലാഹുവിനോട് മാത്രം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് രണ്ടാമത്തെ ഒരു ആശയം ഈ പറഞ്ഞ ഒന്നാമത്തെ ആശയത്തോടൊപ്പം തന്നെ എന്റെ ഭവനത്തെ അഥവാ കഅബയെ അവിടെ തവാഫ് ചെയ്യുന്നവർക്കും നിസ്കരിക്കുന്നവർക്ക് വേണ്ടിയും എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആദർശപരമായ മാലിന്യം ശിർക്കാണെങ്കിൽ അതല്ലാത്ത മറ്റ് കച്ചറകൾ, സാധാരണ ഒരു പള്ളി വൃത്തിയാക്കുന്നത് പോലെ എന്തൊക്കെ വേണോ അതും അതിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. വല്ലാഹു അഅലം. അപ്പൊ രണ്ട് നിലക്ക് ശുദ്ധിയാക്കണം എന്നാണ്. അതിന്റെ രൂപമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ആ കഅബയെ തുടച്ചും അതിന്റെ വിരിമാറ്റിയും അതിനെ പുതിയ കിസ്വയണീച്ചും അതിന് ചുറ്റും ആളുകൾ ഇങ്ങനെ സദാ 24 മണിക്കൂറും പരിചരിക്കുന്ന വിശുദ്ധമായ ഒരു കഅബയുടെ ചിത്രമുണ്ട്. ഒരു നോക്ക് കാണാൻ കൊതിയുള്ള കോടിക്കണക്കിന് മുസ്ലിമാണ്. അല്ലാഹു തആല നമുക്കത് എപ്പോഴും കാണാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ റബ്ബിനോട് സദാ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രിയമുള്ളവരെ, ഒരിക്കലും അനാവശ്യമായി ഹജ്ജും ഉംറയും നമ്മൾ നീട്ടിവെക്കരുത്. നാളെ മറ്റന്നാ അത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, വാർപ്പ് കഴിയട്ടെ, പെര കഴിയട്ടെ, മുള കെട്ടിക്കട്ടെ, ഇല്ല, ഒരിക്കലും നീട്ടിവെക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയും, തഅജ്ജലൂ ഇലൽ ഹജ്ജ് യഅനിൽ ഫരീള ഫഇന്ന അഹദകും ലാ യദ്രി മാ യഅരിദു. നിർബന്ധമായ ഹജ്ജ് നിങ്ങൾ കഴിയും വേഗം ചെയ്യണമെന്ന. കാരണം എന്താ അറിയോ? അവിചാരിതമായി എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന്, തനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് നിങ്ങളിൽ ആർക്കും അറിഞ്ഞുകൂടാന്ന്. ഒക്കെ ശരിയാക്കിയിട്ട് ഹജ്ജിന് പോകാന്ന് വിചാരിക്കുമ്പോഴായിരിക്കും മലക്കുൽ മൗത്ത് റൂഹ് കൊണ്ടുപോവുക. അത് വലിയ നഷ്ടമാണ്, വലിയ നഷ്ടമാണ്. ഈ ഇബാദത്തിന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കാതിരുന്നാലുണ്ടാകുന്ന അബദ്ധമാണ് നീട്ടിവെക്കുക എന്നുള്ളത്. കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതിരുന്നാൽ എന്താ നിങ്ങള്? അബീ സഈദുൽ ഖുദ്രി അല്ലാഹുവിന്റെ റിപ്പോർട്ട് കാണാം. ഒരടിമ ഇന്നല്ലാഹ തആല യഖൂൽ, അല്ലാഹു പറയാണ്, ഒരു അടിമ അവന്റെ ശരീരത്തിന് നാം സൗഖ്യം നൽകി, അതായത് നല്ല ആരോഗ്യമുണ്ട്, ഹജ്ജ് ചെയ്യാൻ വേണ്ട ആരോഗ്യം അയാൾക്കുണ്ട്, ഉപജീവന മാർഗം വിശാലാക്കുകയും ചെയ്തു, പോകാനുള്ള പൈസയുണ്ട്, തടിയൊത്തു മുതലൊത്തു. എന്നിട്ടും 5 വർഷം തികഞ്ഞിട്ടും എന്റെ അടുക്കലേക്ക് അവൻ യാത്ര പോന്നിട്ടില്ലെങ്കിൽ, ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ നന്മയിൽ നിന്ന് തടയപ്പെട്ടവനാകുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മയിൽ നിന്ന് തടയപ്പെട്ടവനാണ്. പ്രിയമുള്ളവർ, അതുകൊണ്ട് ഈ ഹജ്ജ് എന്ന് പറയുന്ന മഹത്തായ
ഒരു കർമ്മത്തിന്റെ കാര്യത്തിൽ, അതുപോലെ ഉംറ എന്ന് പറയുന്ന മഹത്തായ ഒരു ഇബാദത്തിന്റെ കാര്യത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക. ഇപ്പൊ ഇരിക്കണ കൂട്ടത്തിൽ പലരും പറയും, ഉസ്താദേ, ഖത്തീബേ, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ കയ്യിൽ ഈ രണ്ടിലൊന്നുമില്ല. ചിലർ പറയും ആരോഗ്യമല്ല, ചിലർ പറയും പൈസ അല്ല. നമ്മൾ പലരും പറയും പൈസ അല്ല എന്നാ പറയാ. 8 ലക്ഷം വേണം പ്രൈവറ്റിൽ പോകണമെങ്കിൽ, ഗവൺമെന്റിൽ പോയി 4 ലക്ഷം രൂപയോളം വേണം. എത്ര കയ്യിൽ കിട്ടൂല, കൊടുത്തിനി അത് എല്ലാം അപേക്ഷിച്ച് കിട്ടുമെന്ന് തന്നെ ഉറപ്പില്ലാന്ന്. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചൂടെ? വെറുതെ കിട്ടുന്ന കൂലിയില്ലേ? പ്രാർത്ഥിച്ചൂടെ? അള്ളാഹുവിനോട് മനസ്സറിഞ്ഞിട്ട്, അള്ളാഹു എനിക്ക് ഹജ്ജും ഉംറയും ഇടക്കിടക്ക് ചെയ്യാൻ തൗഫീഖ് ഏകണേ. നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കുറച്ചേ ഉള്ളൂ. അതിന് തൊട്ടുള്ള മുമ്പുള്ള മാസത്തിലേക്ക് നമ്മൾ എത്താം. അതുകൊണ്ട് ആ പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മൾക്ക് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല പാപങ്ങളൊക്കെ പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ نبينا محمد.